ഈ 2 കമ്പി എക്സ്ട്രാ വെച്ചെന്നുള്ളതാണ്. മലപ്പുറത്ത് MVDക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ട് ആ ഒരു ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു കേട്ടോ. ഈ ഒരു വാർത്ത നിങ്ങൾ ഇന്നും ഇന്നലെയായിട്ട് കേട്ടതായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്യാൻ കാരണം? നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റമാണ് എല്ലാത്തിനും കാരണം. കാരണം ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ആവശ്യമായിട്ട് സർക്കാർ ഓഫീസുകളിൽ ചെന്നാൽ ഒരു പരിഗണനയും കിട്ടില്ല. മറിച്ച് ഒരു ഏജന്റിന്റെ കയ്യിലാണ് ഇതൊക്കെ ഏൽപ്പിക്കണമെങ്കിൽ കൈക്കൂലിയും കാര്യങ്ങളും കൊടുത്ത് എല്ലാം സെറ്റാക്കി തരും കേട്ടോ. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സിസ്റ്റം. ആ ഒരു ഓട്ടോ ഡ്രൈവറായ ഷൗക്കത്തിന് അങ്ങനെയുള്ള ഒരു ഔദാര്യവും വേണ്ട എന്ന് പറഞ്ഞ് നേരിട്ട് പോയി അപ്ലൈ ചെയ്യാൻ പോയതാണ്. അതാണ് ഇതിനെല്ലാം കാരണം. ആ 2 കമ്പി അവിടെ ഇരുന്നു എന്ന് കരുതി എന്താണ് സംഭവിക്കാനുള്ളത്? ആ ഒരു കമ്പി വെച്ചുകൊണ്ട് മാത്രം 2 കൊല്ലം ഇതിന് മുന്നേ പുള്ളിക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുത്താണ്. ഇത്തവണ ഏജന്റിനെ ഏൽപ്പിച്ചില്ല, ഡയറക്റ്റ് പോയതായിട്ട് കണ്ടത്. ആ ഡയറക്റ്റ് പോയത് കൊണ്ടാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥനായ ആ ഒരു പോലീസുകാരൻ ഈ ഒരു കടുങ്കൈ ചെയ്യിപ്പിച്ചത്. പണ്ട് ഇതുപോലൊരു സംഭവം എനിക്കുണ്ടായിരുന്നു കേട്ടോ. പണ്ട് എനിക്കൊരു വണ്ടിയുള്ള സമയത്ത് നേരിട്ട് പോയാൽ നടക്കൂല എന്ന് നല്ല ഉറപ്പായിരുന്നു എനിക്ക്. ഞാൻ ഒരു ഏജന്റിനെ ഏൽപ്പിച്ചിട്ട് 1000 രൂപയായിട്ട് കൊടുത്തത് ഏജന്റിന്. ബാക്കി ഫീസുകളെല്ലാം കറക്റ്റാണ്. 1000 രൂപ എക്സ്ട്രാ കൊടുത്തു കേട്ടോ. എന്നിട്ട് MVDനെ ഈ വണ്ടി കാണിക്കുക പോലും ചെയ്യാതെ എനിക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടിയെന്നുള്ള രസം. ആ MVDയുടെ അപ്പുറത്തോടെ വേറെ വഴി ഉണ്ട് കേട്ടോ. അതിലൂടെ കയറ്റിക്കൊണ്ട് പോയിട്ട് 1000 രൂപ കൊടുത്തോളൂ. വണ്ടി തിരിഞ്ഞു വിട്ട് നോക്കില്ല. അതാണ് ഈ ഏജന്റിനെ ഏൽപ്പിച്ച ആൾ നേരിട്ട് പോയാലുള്ള ഒരു സിസ്റ്റം. ആ ഏജന്റിന്റെ കയ്യിൽ നിന്നും ആ MVDക്ക് കിട്ടേണ്ട തുക കിട്ടാതെ വന്നാൽ അവരെ എന്തൊക്കെ രീതിയിൽ നമ്മൾ ഉപദ്രവിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ഷൗക്കത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് FBയിലോട്ടൊരു പോസ്റ്റാണ് കാണുന്നത്. അദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ അനുഭവിച്ച മാതിരി ഇനി നാളെ ആർക്കും വരുത്തരുത്, ഈ സിസ്റ്റം തന്നെ മൊത്തത്തിൽ മാറണം, അതിന് വേണ്ടിയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് പുള്ളി പറഞ്ഞിട്ട് FBയിൽ പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഈ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല കേട്ടോ. പക്ഷെ ഇതുകൊണ്ടെങ്കിലും ഇനി ഈ സിസ്റ്റങ്ങളെല്ലാം ഒരു മാറ്റം വരുത്തണം കേട്ടോ. ബഹുമാനപ്പെട്ട VD സതീശൻ സാർ അറിയുന്നതിന് വേണ്ടി കേട്ടോ ഈ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധയിൽപ്പെടുത്തണം കേട്ടോ.